ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ഏകദേശം 9 മാസത്തോളം ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യാതിരുന്നൊരു ഹിമാലയൻ റിക്കവർ ചെയ്യാനായിട്ടാണ്. പുതിയ ബാറ്ററി മാറിയാവും ഒരാഴ്ച എന്നിട്ട് സ്റ്റാർട്ടായിരുന്നു? ഇല്ല, സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ബാറ്ററി ഏറ്റവും പുതിയ ബാറ്ററി വെച്ചിട്ട് ഒരാഴ്ചയായിട്ടില്ല, എന്നിട്ട് ഓടിയിട്ടേ ഇല്ല, സ്റ്റാർട്ടായിട്ടില്ല. ബാറ്ററി വെച്ചിട്ട് പിന്നെ വണ്ടി ഓൺ ആണേ ഇല്ല. ഇങ്ങനെ തുമ്മുന്നുണ്ട്, സ്റ്റാർട്ടായിട്ടില്ല. പിന്നെ ഓയിലും പുതിയത് അന്ന് ഒഴിച്ച ഓയിലാണ്. മറ്റേ വണ്ടി അനക്കാതെ ഫുൾ ഓയിലും ഡ്രെയിൻ ചെയ്ത് പുതിയ ഓയിൽ ഒഴിച്ചു. ബാറ്ററിയും അന്ന് തന്നെ പുതിയ ബാറ്ററി മാറ്റി വെച്ചു. പക്ഷേ വണ്ടി സ്റ്റാർട്ടായില്ല. ഹെഡ്ലൈറ്റിന്റെ ഫ്യൂസും കൂടിയിട്ടാണ്. 9 മാസമായിട്ട് വണ്ടി അനക്കിയിട്ടില്ലേ? നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ റിക്കവറിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്, കസ്റ്റമർ ബാറ്ററി സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ടെർമിനൽസ് ടൈറ്റ് ചെയ്തത് പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിട്ടില്ല, ലൂസ് കോണ്ടാക്റ്റ് വരികയും അവിടെ വീണ്ടും കസ്റ്റമർ തന്നെ ക്രാങ്ക് ചെയ്ത് ഉണ്ടായിരുന്ന പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും അതിനുണ്ടായിരുന്ന പവർ ഫുള്ള് ഡ്രെയിൻ ഔട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഹെഡ്ലൈറ്റിലേക്ക് പോകുന്ന ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്തിട്ട് ഹെഡ്ലൈറ്റിലേക്ക് പവർ പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്താലേ നമുക്ക് മാക്സിമം ബാറ്ററിയുടെ ഔട്ട്പുട്ട് ക്രാങ്കിലേക്ക് കിട്ടാറുള്ളൂ. അതിനുവേണ്ടിയായിട്ട് നമ്മൾ ഫ്യൂസ് ഊരി ടെർമിനൽസൊക്കെ ടൈറ്റ് ചെയ്ത് റിലേ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പക്ഷേ ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള ലോഡ് ഇനി ബാറ്ററിയിലില്ല. അപ്പോൾ നമുക്കിനി ജംപ് സ്റ്റാർട്ട് ചെയ്താലേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മുടെ സ്പെയർ ബാറ്ററി ഉണ്ട്, അത് വെച്ച് നമ്മൾ ടെർമിനൽസ് രണ്ടെണ്ണം കണക്ട് ചെയ്തിട്ട് ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ബാറ്ററിയുടെ പവർ ഫുള്ളി ഡ്രൈവ് ഔട്ട് ആയതുകൊണ്ട് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഫ്യൂസ് കണക്ട് ചെയ്യുന്നില്ല, അതല്ലാതെ തന്നെ നമ്മൾ കൊണ്ടുപോവാണ്.